എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാക്കുറ അവള് കാക്കാഷി മാസ്റ്ററേയും തൂക്കിയെടുത്ത് ബാറ്റിൽ ഫീൽഡിലേക്ക് വരും. അപ്പൊ അവര് കാണും ലോങ് ഷോട്ടിലായിട്ട് നറൂട്ടോയും സാസുകയും. അവർ രണ്ടുപേരും ഒരുപാട് ഫൈറ്റൊക്കെ ചെയ്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. അവൾ ഓടിച്ചെന്ന് ഇപ്പൊ അവരെ ഹീൽ ചെയ്യും. ഉടനെ സാസുക അവൾ കണ്ണു തുറന്ന് അവളുടെ കയ്യിൽ പിടിക്കും. അതിന് സാക്കുറ പറയും, അടങ്ങിക്കിടക്ക്, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഹീൽ ചെയ്യാണ്. സാസുകയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയില്ല. സാസുക അവളോട് പറയും, ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അതിന് സാക്കുറ, അതൊന്നും കുഴപ്പമില്ല, നീ എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കും. നാറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒത്തിരി സന്തോഷാവും. അപ്പൊ അതേസമയം കാക്കാഷി മാസ്റ്റർ ആളാണെങ്കിൽ നറൂട്ടോയും സാസുകയും സാക്കുറയും കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. അവർ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. സാസുക നറൂട്ടോയെ നോക്കി പറയും, നറൂട്ടോ, എനിക്കെപ്പോഴും നിന്നെ കാണുമ്പോ ഹിറ്റാച്ചിയാണ് ഓർമ്മ വരുന്നത്. കട്ട് ചെയ്ത ഇപ്പൊ ഡൈവൺ ട്രീ അതിപ്പോ പതിയെ താഴേക്ക് ചായാനായിട്ട് ആരംഭിക്കും. ഇൻഫിനിറ്റി സുക്കുനോമിൽ പെട്ടുപോയ എല്ലാവരും ആ ഒരു സ്ക്രോളുകള് അത് തനിയെ അഴിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് വരും. ഹിനട്ട പതിയെ കണ്ണു തുറക്കും. ഹിനട്ടയ്ക്കാണെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. എന്താ പറ്റിയേ, ശരിക്കും എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് സാസുകയും നറൂട്ടോയും കാണിക്കും. അവരിപ്പോ ഒരു സ്പെഷ്യൽ ഗെഞ്ചിപ്സു കൈ കോർത്ത് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രത്യേക സീലിങ്ങില് എല്ലാവരും കണ്ണു തുറക്കും. മൈഗയാണെങ്കിൽ ഒരുപാട് പരിക്കുപറ്റി കിടക്കുകയാണ്. പക്ഷെ ആൾക്കിപ്പോഴും ജീവൻ നഷ്ടമായിട്ടില്ല. എല്ലാ കാഗാസും ഫ്യൂഡൽ ആർട്സും ഓരോരോ ഗ്രാമത്തിലുള്ള ഷിനോബികളും അങ്ങനെ എല്ലാവരും കണ്ണു തുറന്ന് പരസ്പരം നോക്കും. കങ്കൂറയാണെങ്കിൽ യാഹൂ, നമ്മൾ ഒരു വിധത്തില് ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങും. യാമുട്ടോ സെൻസായി ആണെങ്കിൽ വളരെ പേടിയോടുകൂടെ ആളുടെ ചുറ്റും നോക്കും. അപ്പോൾ തൊട്ടു മുൻപിലായിട്ട് ഒരു വൈറ്റ് സെറ്റ്സു അത് അടുത്ത സെക്കൻഡ് തന്നെ രണ്ടായിട്ട് പൊട്ടിത്തെറിക്കും. സാസുകയാണെങ്കിൽ അവൻ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന ആ 9 ബീസ്റ്റുകളെയും അങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവറ്റകൾ 9 എണ്ണവും റിലീസായി താഴേക്ക് വരും. അതുപോലെ തന്നെ ആ വലിയ പാത്രത്തിൽ സീൽ ചെയ്ത് വെച്ച 9 ടൈൽ പവർ ഉള്ളവര് അവരെയും റിലീസ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. ടെൻഡൻ ആണെങ്കിൽ അവിടെ കാവടി തുള്ളി നടക്കുകയാണ്. അപ്പൊ ഹിനട്ട അവൾ കൈകൂപ്പി നറൂട്ടോയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച് നറൂട്ടോ, നീ ഒരാള് കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഈ യുദ്ധത്തിൽ ജയിച്ചതും നമ്മുടെ വില്ലേജ് നമുക്ക് തിരികെ കിട്ടിയതും അങ്ങനെയെല്ലാം നീ കാരണം തന്നെയാണ്. സോ നിന്നോട് ഞങ്ങൾ എല്ലാവരും എപ്പോഴും കടപ്പെട്ടിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഫ്യൂണറൽ ചടങ്ങ് അത് നടക്കുകയാണ്. നെജിയെ ഓർത്ത് ഇപ്പൊ എല്ലാവരും പൊട്ടിക്കരയും. കാരണം നെജി എന്നും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് ഒരുപാട് ജനങ്ങള് ഇരമ്പി കയറാണ്. അവരുടെ എല്ലാ ആവശ്യം ഒരു നോക്ക് നറൂട്ടോയെ കാണുക എന്നത് മാത്രം. അതിന് സെക്യൂരിറ്റീസ് അവർ നിലവിളിച്ച് പറയും, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓൾറെഡി ഒരുപാട് പേര് നറൂട്ടോയെ കാണാനായി വില്ലേജിലേക്ക് പോയി കഴിഞ്ഞു. സോ അവർ തിരികെ വരാതെ നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടാൻ ബുദ്ധിമുട്ടുണ്ട്. കട്ട് ചെയ്ത ഹൊക്കാഗെ ആൻറ്റി ആളാണെങ്കിൽ ഒരുപാട് ഫയൽസും ഡീറ്റെയിൽസ് ഒക്കെ ആർക്കോ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഹൊക്കാഗെ ആൻറ്റി പറയും, ഇനി മുതൽ നീയാണ് ലീഫ് വില്ലേജിലെ 6th ഹൊക്കാഗ. എല്ലാവരും കഴിഞ്ഞും മികച്ചൊരു ന്യായാധിപനാവാൻ നിനക്ക് കഴിയട്ടെ. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്യും. 6th ഹൊക്കാഗ അത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാഷി. കാക്കാഷിക്കാണെങ്കിൽ അത്രയും ഫയൽസ് കണ്ട് ഷോക്കാവും. കാക്കാഷി ചോദിക്കും, ഇത്രയും ഫയൽസോ? അപ്പോഴായിരിക്കും ഹൊക്കാഗെ ആൻറ്റി പറയാ, അതെ, ഇത് മുഴുവൻ നീ വേണം ഹാൻഡിൽ ചെയ്യാൻ. ഫയൽ ചെക്ക് ചെയ്തും സിഗ്നേച്ചർ ഇട്ടും മിക്കവാറും നിന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഹൊക്കാഗെ ആൻറ്റി ചിരിക്കും. അപ്പൊ അസിസ്റ്റന്റ് ചേച്ചി അവൾ അകത്തേക്ക് കയറുമെന്ന് പറയും. റെയ്കാഗയും മിസുകാഗയും അവർ രണ്ടുപേരും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. അവർക്ക് അത്യാവശ്യമായി നറൂട്ടോയെ കാണണം. അതിന് ഹൊക്കാഗെ ആൻറ്റി പറയും, അവരെ എത്രയും പെട്ടെന്ന് നറൂട്ടോയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. കട്ട് ചെയ്ത ഇവിടെ കില്ലർ ബിയും ഏട്ടയിലും അവർ രണ്ടുപേരും കുട്ടപ്പനോട് സംസാരിക്കുകയാണ്. കില്ലർ ബിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കൈയില്ല. ആ യുദ്ധത്തിൽ വെച്ച് അവനൊരു കൈ നഷ്ടമായി. ഇവിടെ ഹൊക്കാഗെ ആൻറ്റി പറയും, നറൂട്ടോ ഇപ്പോ വെറും നറൂട്ടോ അല്ല, പോപ്പുലർ നറൂട്ടോ ആണ്. എല്ലാവർക്കും അവനെയാണ് കാണേണ്ടത്. അപ്പൊ അതേസമയം ഇവിടെ ഗാറയും ടെൻടണും ടമരിയും അവരാണെങ്കിൽ ഗാറയും കങ്കൂറയും ടമരിയും അവരിപ്പോ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഗാറ അവൻ ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ കുട്ടപ്പന് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കും. ഗാറയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം കണ്ട് ഷോക്കാവും. നമ്മുടെ നറൂട്ടോയ്ക്കും ഒരു കൈയില്ല.
ഗാറ ചോദിക്കും, നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൈയെ അതിനി തിരികെ കിട്ടുമോ? അതിന് കുട്ടപ്പൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ ഗ്രാൻഡ്മ ആള് പറഞ്ഞത് ഫസ്റ്റ് ഹൊക്കാഗയുടെ സെല്ല് അതുപയോഗിച്ച് എൻ്റെ കൈ അത് വീണ്ടും എനിക്ക് റീജനറേറ്റ് ചെയ്ത് തിരികെ പിടിക്കാൻ കഴിയുമെന്നാണ്. വാവ്, അപ്പം നിനക്ക് തീർച്ചയായിട്ടും നിന്റെ കൈ തിരികെ കിട്ടുമല്ലേ? അത് കേട്ട് കില്ലർ ബീക്കും ഒരുപാട് സന്തോഷാവും. അവനിപ്പോ പാട്ടൊക്കെ പാടി അങ്ങനെ തുള്ളിച്ചാടും. ഉടനെ ഗാറ അവൻ നറൂട്ടോട് ചോദിക്കും, അവനിപ്പോ എവിടെയുണ്ട്? അത് കേട്ട് നറൂട്ടോ അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ തല താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ ജയിലില് സാസുക അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തതുകൊണ്ട് തന്നെ അവൻ അറസ്റ്റ് ചെയ്ത് സെല്ലിൽ അടച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മൈഗൈ ആൾക്കാണെങ്കില് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ, മൈഗയുടെ ഒരു കാല് അത് പൂർണ്ണമായിട്ടും തകർന്നു പോയി. ലീക്കാണെങ്കിൽ അതുകൊണ്ട് സഹിക്കാൻ കഴിയില്ല. മാസ്റ്ററുടെ കാല് അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അതിന് മൈഗൈ പറയും, ഞാൻ കരുതിയത് എന്റെ ജീവനും ലൈഫും അവിടെ വെച്ച് തീർന്നെന്നാണ്. എനിക്കിതൊരു സെക്കൻഡ് ലൈഫാണ്. ഒരു കാല് നഷ്ടപ്പെട്ടതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റ്സും ഇല്ല. ഉറപ്പായിട്ടും ഞാൻ ഫുൾ പവറായിട്ട് തിരികെ വരും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോയും ഷിക്കമരും അവർ വളരെ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് മുൻപോട്ട് വരും. നറൂട്ടോ ചോദിക്കും, നമ്മുടെ 6th ഹൊക്കാഗയുടെ അസിസ്റ്റന്റ് അത് നീയാണല്ലേ? അതിന് നെജി, അതെ ഞാനാണ്. അങ്ങനെ അവർ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് മുൻപോട്ട് വരുമ്പോഴായിരിക്കും കാക്കാഷി മാസ്റ്ററും ഇറൂക്ക സെൻസായും അവർ രണ്ടുപേരും ഇപ്പൊ നറൂട്ടോയുടെ അടുത്തേക്ക് വരിക. ഷിക്കമരു പറയും, നമ്മുടെ പുതിയ ഹൊക്കാഗ അത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാഷി മാസ്റ്ററാണ്. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഫ്രീസ് ആവും. നറൂട്ടോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ ഈ കേട്ടത് സത്യമാണോ? മാസ്റ്റർ ഇപ്പോ ഹൊക്കാഗയായി മാറിയോ? ഞാൻ ഇനി മുതൽ ഹൊക്കാഗ എന്ന് വിളിക്കണോ, കാക്കാഷി മാസ്റ്റർ എന്ന് വിളിക്കണോ? അത് കേട്ട് കാക്കാഷി ചിരിക്കും. വിളിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഞാൻ നിന്നെ ഒരു ചൊനിയനാക്കി മാറ്റാൻ പോവാണ്. സോ ഇന്ന് മുതൽ നിന്റെ ട്രെയിനിങ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് നറൂട്ടോയ്ക്ക് പഠിക്കാനുള്ള ഒരു കെട്ട് പുസ്തകം അവിടേക്ക് കൊണ്ടുവരും. നോ എന്ന് നിലവിളിച്ച് നറൂട്ടോ അവൻ ആ ജനൽ വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. എനിക്ക് പഠിക്കാൻ വയ്യ, ഞാനിങ്ങനെ ഷിനോബിയായിട്ട് തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞ് അവൻ കാക്കാഷി മാസ്റ്ററുടെ കാല് പിടിച്ച് കരയും. അത് കണ്ട് കൊനഹമാര് പറയും, ഹൊക്കാഗെ ആവാൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല. സോ തീർച്ചയായിട്ടും മൈ ബിഗ് ബ്രദർ, നീ ഇത് പഠിച്ചേ പറ്റൂ. കാക്കാഷി കുട്ടപ്പന്റെ കയ്യിൽ പിടിച്ച് പറയും, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഹൊക്കാഗയായി തീരണം എന്നതല്ലേ? അതിന് നീ ആദ്യം ചെയ്യേണ്ടത് ഒരു ചൊനിയനായി തീരുക എന്നതാണ്. നിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. സോ എന്ത് വില കൊടുത്തും നീ ഒരു ചൊനിയനായി തീരണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ അവൻ എല്ലാവരുടെയും വാക്ക് കേട്ട് ഉഷാറായിട്ട് പഠിക്കാനായിട്ട് ആരംഭിക്കും. രാത്രി ഇറൂക്ക സെൻസായി നറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് അവനെയും കൂട്ടി പുറത്തേക്ക് പോവും. നിലാ വെളിച്ചത്തില് അവര് മുൻപോട്ട് നടക്കുമ്പോഴായിരിക്കും പഴയ ആ ഒരു കുഞ്ഞൻ ഊഞ്ഞാല് നറൂട്ടോ കാണുക. നറൂട്ടോ ഇറൂക്ക സെൻസായോട് പറയും, ആക്ച്വലി ഇറൂക്ക സെൻസായി, നിങ്ങൾ ഒരാളാണ് എൻ്റെ ലൈഫ് അത് ചേഞ്ച് ചെയ്തത്. നിങ്ങൾ പറഞ്ഞ ആ വാക്ക് അതാണ് എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇറൂക്ക സെൻസായി പറയും, നിങ്ങൾ ആരും കരുതും പോലെ നറൂട്ടോ ഒരു വിഡ്ഢിയല്ല. ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ പോകുന്നത് അത് നറൂട്ടോ ആയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് സാസുക അവനെ ആണെങ്കിൽ ഒരു വലിയ സെല്ലില് അടച്ചു വെച്ചിരിക്കുകയാണ്. അവിടേക്ക് കാക്കാഷി മാസ്റ്റർ വന്ന് സാസുകയും കൂട്ടി പുറത്തേക്ക് വരും. കാക്കാഷി ആള് സാസുകയുടെ കൈ പിടിച്ച് പറയും, ആക്ച്വലി നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു. പക്ഷെ നീ കൂടെ കാരണമാണ് നമുക്ക് എല്ലാ ഷിനോബികളെയും ഈ ലീഫ് വില്ലേജും തിരികെ കിട്ടിയത്. സോ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ നിന്നെ ഇവിടുന്ന് വിട്ടയക്കുകയാണ്. അത് കേട്ട് സാസുക അവൻ ഒരുപാട് വിഷമത്തില് കാക്കാഷിയോടും സാക്കുറയോടും പറയും, ഐ എം സോറി, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് പരിഹാരം കാണണം. സോ ഈ ഷിനോബി വേൾഡ് മുഴുവൻ ഞാൻ ചുറ്റി നടന്ന് എന്നെ കൊണ്ട് പറ്റും പോലെ എല്ലാവരെയും സഹായിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ലീഫ് വില്ലേജ് വിട്ട് പുറത്തേക്ക് പോവാണ്. അത് കേട്ട് സാക്കുറ അവൾ അവന്റെ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യും, ഇത്തവണയെങ്കിലും നീ എന്നെ കൂടെ കൊണ്ടുപോകണം. അതിന് സാസുക ചെറുതായിട്ട് അവളുടെ നെറ്റിയിൽ തട്ടും, നീ എൻ്റെ സ്വത്ത് കുട്ടിയല്ലേ, അടുത്ത തവണ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാസുക അവൻ ലീഫ് വില്ലേജിൽ നിന്ന് പതിയെ നടന്ന് പുറത്തേക്ക് പോവാണ്. അവൻ കുറച്ചു ദൂരം മുൻപോട്ട് എത്തുമ്പോഴായിരിക്കും സാക്ഷാൽ നറൂട്ടോ ഇപ്പോ സാസുകയുടെ അടുത്തേക്ക് വരും. നറൂട്ടോ സാസുകയുടെ കൈ പിടിച്ച് സാസുകയുടെ പഴയ ഹെഡ് ബാൻഡ് അവന്റെ കയ്യിൽ കൊടുക്കും. അവർ രണ്ടുപേരും അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.